രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറ്റി മുത്തേ, എന്ത് പറ്റി മോളെ, ലിസ്റ്റ് പുറത്തു വന്നു, ചാറ്റ് ലിസ്റ്റ് പുറത്തു വന്നു പറഞ്ഞിട്ടാണ് ഇപ്പം ചാറ്റ് ലിസ്റ്റ് അങ്ങനെ നിൽക്കണോ അങ്ങനെ ഉണ്ടാവും നമ്മളോട് ഇങ്ങോട്ടും ആളുകളുടെ പെരുമാറ്റം. കേസിൽ വേടന് എതിരൊരു പരാതി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോടതി വിധി വന്നത് കൺസെൻറ്റോട് കൂടി ചെയ്യുന്ന ഫിസിക്കൽ റിലേഷൻ പീഡനമായി കണക്കാക്കാൻ പറ്റൂല എന്ന് ഇല്ല. കാരണം അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളും ചെയ്തിട്ട്. അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ വന്ന് നിന്ന് മുങ്ങിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പം നിയമം മാറി മക്കളെ, നിയമം മാറി. ഇത് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതൊന്നും ചെയ്യാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ കുറേ വർഷങ്ങൾ വന്ന് നിന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിനിങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ചോട്ടക്ക് വേറെ വരിക. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സംസാരം നീണ്ടു പോകില്ല. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നല്ല നേതാക്കന്മാരാണ് ഇതൊക്കെയാണ് ഇത് വന്നിട്ടില്ല. അതിലൊന്നുമില്ല കേട്ടോ, എനിക്കൊന്നായിട്ട് ഇതിൽ തോന്നിയിട്ടില്ല, അതിലെന്തെങ്കിലും അശ്ലീലമായിട്ട് തോന്നിയിട്ടില്ല. 2020 വന്ന ആ ചാറ്റാണ്. അന്ന് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ബ്ലോക്ക് ചെയ്യാം, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോവാം. വൾഗറായിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനതിന് അപ്പം തന്നെ എന്തെങ്കിലും എന്താ പറയുക, ഒന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എന്തെങ്കിലും പറയും പൊളിയാണ്, അതെങ്ങനെ അശ്ലീലമാവും? ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ന്യൂസ് ചാനൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രാൻസ് വുമൺ വരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര ദാരിദ്ര്യമാണോ, അൺബിലീവബിൾ. പിന്നെ അതായത് ഇപ്പം ചാറ്റ് ലിസ്റ്റ് പുറത്തു വന്നു പറഞ്ഞിട്ടാണ് ഇപ്പം മീഡിയ വന്നിട്ട് തുള്ളണത്. അതായത് ഈ ചാറ്റ് ലിസ്റ്റിൽ എന്താ ഉള്ളത്, എന്താണ് ചാറ്റ് ലിസ്റ്റിലുള്ളത്? നീ പൊളിയാണ്, അതെങ്ങനെ അശ്ലീലമാവും? നീ ഒടുക്കത്തെ ലുക്കാണ്, അതെങ്ങനെ അശ്ലീലമാവും? ഞാൻ അനിയനല്ല, അതെങ്ങനെ അശ്ലീലമാവും? ഹൈറ്റോന്നോ ജാടക്കാരി, അതെങ്ങനെ അശ്ലീലമാകും? സൗന്ദര്യമുള്ളതിൻ്റെ ജാട, അത് അശ്ലീലമേ അല്ല. ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ, അതിലെവിടെ അശ്ലീലം? സൗന്ദര്യമുള്ളതിൻ്റെ ജാട, അതിലും അശ്ലീലം ഒന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിമാർ എല്ലാം ഇങ്ങനെ തന്നെ, അതിലെവിടെ അശ്ലീലം? എന്തു ഗ്ലാമർ, അതിലെവിടെ അശ്ലീലം? താൻ മുടിഞ്ഞ ഗ്ലാമറല്ലേ, അതിലെവിടെ അശ്ലീലം? സംഭവം അതല്ല. ഇതൊക്കെ നിന്ന് ആസ്വദിച്ചിട്ട് പിന്നീട് വന്ന് കരഞ്ഞിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കരഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ള ലോജിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഒരു ഗേൾസിന്, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള മെസ്സേജസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സ്വീകരിക്കാം. മനസ്സിലായോ? പിന്നെ അതേപോലെ ഒരു ഗേൾസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും അയഞ്ഞു കൊടുക്കാതെ ഒരു ബോയ്സും മോശമായിട്ട് പെരുമാറൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മനസ്സിലായോ? ഇനിയിപ്പോൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ബ്ലോക്ക് ചെയ്യാം, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോവാം. ആ ഒരു ഓപ്ഷൻ മാത്രം സ്വീകരിച്ചാൽ മതി, ബ്ലോക്ക് ചെയ്തിട്ട് പോവാം. ഞാനൊക്കെ അതാണ് സാധാരണ കാണിക്കാറ്. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജസ് വരുമ്പം ഇതുപോലെയുള്ള മെസ്സേജസ് ഒന്നും വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യലില്ല. അതേമാതിരി ഇങ്ങനെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും സാഡ് വീഡിയോസൊക്കെ ഇടുമ്പം കിട്ടലുണ്ട്. അതായത് സാഡ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്ത് പറ്റി മുത്തേ, എന്ത് പറ്റി മോളെ, അതൊന്നും അശ്ലീലമല്ല. പിന്നെ എന്താ ഇക്കാൻ്റെ കുട്ടിക്ക് പറ്റിയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഞാൻ ബ്ലോക്ക് ചെയ്യലില്ല. ഞാൻ റിപ്ലൈയും കൊടുക്കലില്ല. റിപ്ലൈ കൊടുത്താൽ എന്ത് ചെയ്യും, പിന്നെ അങ്ങനെ തുടങ്ങി ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തില്ല. പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും വൾഗറായിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് വിടും. അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ വന്ന് നിന്ന് മുങ്ങിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പം നിയമം മാറി മക്കളെ, നിയമം മാറിയത് അറിഞ്ഞില്ലേ? കാരണം വേടന് ഇപ്പോൾ ഒരു റേപ്പ് കേസിൽ വേടന് എതിരൊരു പരാതി പോയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ കോടതി വിധി വന്നത് കൺസെൻറ്റോട് കൂടി ചെയ്യുന്ന ഫിസിക്കൽ റിലേഷൻ പീഡനമായി കണക്കാക്കാൻ പറ്റൂല എന്ന്. ഇനി ഇതേപോലെ വിവാഹാഭ്യർത്ഥന നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതൊന്നും നിലനിൽക്കൂല, മനസ്സിലായോ? അതൊന്നും പീഡനമായിട്ട് കണക്കാക്കൂല, അപ്പം 100 വട്ടം ആലോചിക്കുക. ഇപ്പം ആരായിക്കോട്ടെ 100 വട്ടം ആലോചിക്കുക, ഗേൾസ് 100 വട്ടം ആലോചിക്കും. ഇങ്ങനെ വിവാഹാഭ്യർത്ഥന തരുമ്പോഴേക്കും കൂടെ ചെല്ലാൻ നിൽക്കാതെ നിന്നാൽ പോരെ? വിവാഹാഭ്യർത്ഥന നൽകുമ്പോഴത്തിന് എന്തിനാണ് ഈ ഓടിച്ചെല്ലണത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പോകാതൊക്കെ എന്തെങ്കിലും ചെയ്തോ, അല്ല ഇനിയുണ്ടെങ്കിൽ പൊക്കോ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ അത് പിന്നീട് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് മോങ്ങിയിട്ട് കാര്യമല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം, അയാൾക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു, അതായത് അയാൾക്കൊരു പ്രസ്റ്റീജ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് കളിക്കാതിരിക്കുക ഇനിയെങ്കിലും. ഇപ്പം എന്തായാലും ചെയ്തു. ഇപ്പം പലരും പറയുന്നുണ്ട് MLA അല്ല ഓന്, അപ്പോൾ അതിൻ്റെ മാന്യത കാണിക്കേണ്ടിയിരുന്നില്ലേ. പക്ഷേ ഈ ചാറ്റ് വന്നിട്ട് 2020 ചാറ്റൊക്കെയാണ് ഇത് വന്നിട്ടില്ല. അതിലൊന്നുമില്ല കേട്ടോ, എനിക്കൊന്നായിട്ട് ഇതിൽ തോന്നിയിട്ടില്ല, അതിലെന്തെങ്കിലും അശ്ലീലമായിട്ട് തോന്നിയിട്ടില്ല. 2020 വന്ന ആ ചാറ്റാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്ല, ഒരു ജസ്റ്റ് ഈ എല്ലാവരെയും പോലെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള ആ ഒരു പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാവും. കാരണം പ്രായം അതാണ്. ഇപ്പം നമ്മളെല്ലാവരും കുറ്റം പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇതാണെന്നൊക്കെ. സ്വയം ചിന്തിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് സ്വയം ചിന്തിച്ച് നോക്കുക. ഇതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊന്നും ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ പ്രായത്തിൽ ഇങ്ങനെയൊന്നും നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം മനസ്സിലാവും ഓൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ. അപ്പം ഞാനും അവനക്ക് സപ്പോർട്ട് ചെയ്യല്ല, പിന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമില്ല. എനിക്ക് അവൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കണ ആ ഗേൾ ചെയ്തതും തെറ്റന്നെയാണ്. ഇനിയിപ്പോൾ ചാറ്റ് എന്നുണ്ടെങ്കിലും ഒരാൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിനിങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ചോട്ടുക്ക് വേറെ വരിക. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സംസാരം നീണ്ടു പോകില്ല, മനസ്സിലായോ? ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ കുറേ വർഷങ്ങൾ വന്ന് നിന്നിട്ട് മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് നിലവിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞതുകൊണ്ടോ കാര്യമല്ല. എന്താ പറയുക, പറഞ്ഞതുകൊണ്ട് ഒരാളെ ഇമേജ് തകർക്കാൻ പറ്റി. കാരണം ഒരു യുവ നേതാവ് പറഞ്ഞാൽ അത്രക്കും നല്ലൊരു നേതാവായിരുന്നു കോൺഗ്രസ്സിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നല്ല നേതാക്കന്മാരാണ്, എനിക്ക് നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ നിൽക്കണോ അങ്ങനെ ഉണ്ടാവും നമ്മളോട് ഇങ്ങോട്ടും ആളുകളുടെ പെരുമാറ്റം, അതും കൂടി നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ അടുക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇതായിട്ടുണ്ട്. അത് ഇപ്പം പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയും ചെക്കനും തമ്മിൽ ഫിസിക്കൽ റിലേഷനായി. ഇപ്പോൾ അവൾ വേറെ ആളായിട്ട് കല്യാണം കഴിക്കുക, അത് വേറെ പോയി ഓനെ വേണ്ട പോയേക്കുക, അങ്ങനെ എന്തോ ഇഷ്യൂ. ഇപ്പോൾ അവന് അതൊരു വീഡിയോ ആണ് കേട്ടോ, ഇൻഫ്ലുവൻസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അവളിങ്ങനെ പറയാം, ഞാൻ വരുന്ന കേസിന് ഇത് കൊടുക്കുകയാണ്, നീ അന്ന് അങ്ങനെ ചെയ്തില്ല, നീ അന്ന് ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ഓൻ ലൈവ് പിടിച്ചിട്ട് എന്ത് ചെയ്തു, പുറം ലോകത്തെ അറിയിച്ചു. വീഡിയോ ആണ്, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോലെ ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴാണ് എല്ലാവർക്കും എന്ത് തോന്നുന്നത്, പീഡനമാണെന്ന് തോന്നുന്നത്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് വേണം ബിഹേവ് ചെയ്യാൻ എന്നോട് പറയണം, അതും പറയണമല്ലോ. അപ്പോൾ അവൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഒരഭിപ്രായം എനിക്കില്ല. കാരണം അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളും ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ടുപേരും ഇതിന് ഉത്തരവാദിയാണ്. അപ്പോൾ ഒരാളെ മാത്രം ക്രൂശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, ബൈ. ഇനി ഒരു കാര്യം കൂടെ, പെണ്ണുങ്ങൾ നല്ലോണം സൂക്ഷിച്ചോ. പീഡനക്കേസ് കൺസെൻറ്റോട് കൂടി ചെയ്യുന്ന ഫിസിക്കൽ റിലേഷൻ പീഡനമായിട്ട് കണക്കാക്കില്ല എന്നുള്ള വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, മനസ്സിലായോ?